വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. നമ്മളൊക്കെ സാധാരണ പഴുപ്പ് കൂടി തൊലിയൊക്കെ കറുത്ത പഴം കളയാറാണ് പതിവ് അല്ലേ? എന്നാൽ ഇനി മുതൽ അങ്ങനെയുള്ള പഴം കളയണ്ട. അത് വെച്ചിട്ട് നമുക്ക് 2 അടിപൊളി ഡിഷ് തയ്യാറാക്കിയാലോ? ഒരു ബനാന ചോക്ലേറ്റ് കപ്പ് കേക്കും അതുപോലെ ഒരു ബനാന ബ്രെഡും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ബനാന ബ്രെഡ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 നന്നായിട്ട് പഴുത്ത റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിത് ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. വലിയ കഷ്ണങ്ങളൊന്നും ആകാതെ എന്നാൽ ഒരുപാട് പേസ്റ്റൊന്നും ആകാതെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 1/3 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഉരുക്കിയ ബട്ടറാണ്, അതും അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്ന 2 റെസിപ്പീസിൻ്റെയും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബീറ്റർ, അതായത് ഇലക്ട്രിക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നമുക്കിത് ഒന്നുകൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കുന്നില്ല, ബേക്കിംഗ് സോഡ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങൾക്ക് അളവ് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഈ റെസിപ്പീസ് രണ്ടും മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും ഇതൊന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് മൈദ അഥവാ ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് 2-3 ട്രിപ്പൊക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരുമിച്ച് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വിസ്കിൻ്റെ ഒന്നും ആവശ്യമില്ല, പകരം ഇതുപോലെ സ്പാറ്റില ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേക്കും അതുപോലെ ഈ ബനാന ബ്രെഡൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്താൽ മതിയാവും. ഈ മൈദ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിൽ കട്ടയൊന്നും കെട്ടാതെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ബനാന ബ്രെഡിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്ററല്ല ബനാന ബ്രെഡിൻ്റേത്, അത്യാവശ്യം കട്ടിയുള്ളൊരു ബാറ്ററാണ്. ഇനി നമുക്കിത് ഒരു ലോഫ് പാനിലേക്ക് പകർത്താം. ഞാനിപ്പോൾ ഇവിടെ ഒരു സിലിക്കണിൻ്റെ ലോഫ് പാനാണ് എടുത്തിട്ടുള്ളത്. അത് കാരണം ഞാൻ അതിൽ ബട്ടർ പേപ്പർ ഒന്നും വിരിച്ചു കൊടുത്തിട്ടില്ല. നിങ്ങൾ അലുമിനിയം ലോഫ് പാൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ബട്ടർ പേപ്പർ വിരിച്ചതിന് ശേഷം മാത്രം ബാറ്റർ പകർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സ്പാറ്റില ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവനിൽ വെച്ചിട്ട് 180 ഡിഗ്രീസിൽ 1 മണിക്കൂർ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ സ്ക്യൂവർ അതിൽ കുത്തിയതിന് ശേഷം അത് നീറ്റായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ബനാന ബ്രെഡ് തയ്യാറായിട്ടുണ്ട്. ഇത് കാണുന്നത് പോലും നല്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ബനാന ബ്രെഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഒരു ബനാന ചോക്ലേറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം. 3 നന്നായിട്ട് പഴുത്ത് തൊലി കറുത്ത റോബസ്റ്റ് പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് മാത്രം നമ്മളിതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. പഴുപ്പ് കുറഞ്ഞ പഴം എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എത്രത്തോളം പഴുപ്പ് കൂടുന്നോ അതായിരിക്കും നമ്മുടെ കേക്കിനൊക്കെ നല്ല സോഫ്റ്റ്നെസ്സും മോയിസ്റ്റ്നെസ്സും ഒക്കെ കൊടുക്കുന്നത്. നമുക്കിതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് ചെറു ചൂടുള്ള വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഫ്ലേവറിൽ നമ്മൾ എന്ത് ബേക്ക് ചെയ്താലും അതിൽ കുറച്ച് കോഫി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്തിരിക്കും. ഇനി നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1.25 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അഥവാ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.25 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ കൊക്കോ പൗഡറും അതുപോലെ മൈദയും പഞ്ചസാരയും ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. സാധാരണ നമ്മൾ കേക്കിനുള്ള മിക്സ് തയ്യാറാക്കുമ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാറാണ് പതിവ്. പക്ഷെ ഞാനിപ്പോൾ പഞ്ചസാര പൊടിക്കാതെ മുഴുവനായിട്ട് ചേർത്തിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്.
ഒരു ബൗളിലേക്ക് ഞാനിവിടെ 2 മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഇലക്ട്രിക് ബീറ്റർ അല്ലെങ്കിൽ ഒരു മിക്സി ജാർ ഒന്നും ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ ബാറ്ററാണ് കേട്ടോ അത്. ഈ മുട്ടയൊന്ന് ബീറ്റായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കോഫി മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ വാനില എസൻസ് കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. മുട്ടയും ഓയിലും അതുപോലെ പഴമൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം തനിയായിട്ട് നിൽക്കാതെ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കിട്ടുന്നത് വരെ നമുക്കൊന്ന് വിസ്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് നല്ല ലിക്വിഡി ആയിട്ടാണ് ഈ ഒരു മിക്സ് ഇരിക്കുന്നത് കേട്ടോ. അത് കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മളിനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാനാണ് പോകുന്നത്. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതായത് മൈദ, കൊക്കോ പൗഡർ, പഞ്ചസാര, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് നമുക്ക് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് വിസ്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒട്ടും കട്ടയൊന്നും കെട്ടാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ ഈ ബാറ്റർ കാണുമ്പോൾ വിചാരിക്കും ഒരു ഇലക്ട്രിക് ബീറ്റർ തന്നെ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനെന്ന്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കുറച്ച് നേരം നമ്മൾ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കട്ടയൊന്നും കെട്ടാതെ നമുക്ക് ബാറ്റർ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. സാധാരണ കേക്ക് ബാറ്ററിനെ അപേക്ഷിച്ചിട്ട് നല്ല ലൂസായിരിക്കും. നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ബനാന ബ്രെഡിൻ്റെ ബാറ്റർ നല്ല തിക്കായിരുന്നു. പക്ഷേ ഈ ബാറ്റർ നല്ല തിന്നായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. ഇതാണ് ഈ കപ്പ് കേക്കിന് സോഫ്റ്റ്നെസ് കൊടുക്കുന്ന മെയിനായിട്ടുള്ള ഒരു ഘടകം. ഞാനിപ്പോൾ ഒരു കപ്പ് കേക്ക് ട്രേയിൽ കുറച്ച് കപ്പ് കേക്ക് ലൈനേഴ്സ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എല്ലാ കപ്പ് കേക്ക് ലൈനേഴ്സിലും സെയിം ആയിട്ട്, അതായത് സെയിം അളവിൽ വേണം നമ്മൾ ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എപ്പോഴും ഇതിൽ ബാറ്റർ ഫില്ല് ചെയ്യുമ്പോൾ പകുതിയിൽ കൂടുതൽ നിറയ്ക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ ഓൾറെഡി നമ്മൾ ബേക്കിംഗ് പൗഡറും അതുപോലെ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ എന്തായാലും ഇത് പൊങ്ങി വരുന്നതാണ്. അപ്പോൾ പകുതിയിലും കൂടുതൽ, അതായത് 1/4 ഭാഗമൊക്കെ ബാറ്റർ ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കേക്ക് ബേക്കായിട്ട് വരുമ്പോൾ ഓവർഫ്ലോ ഒക്കെ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ സെയിം ബാറ്റർ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേക്ക് തയ്യാറാക്കാം. അത് 180 ഡിഗ്രീസിൽ 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. കപ്പ് കേക്ക്സ് ആണെങ്കിൽ 220 ഡിഗ്രീസിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ വെച്ചിട്ട് 20 മിനിറ്റ്സാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മോയിസ്റ്റ് ആയിട്ടുള്ള ബനാന ചോക്ലേറ്റ് കപ്പ് കേക്ക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പഴുപ്പ് കൂടി തൊലി കറുത്ത പഴം കൊണ്ടുണ്ടാക്കിയ ഈ ബനാന ബ്രെഡും അതുപോലെ തന്നെ ബനാന ചോക്ലേറ്റ് കപ്പ് കേക്ക്സും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.